പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടിയത് ശീതൾ ദേവി. ശീതൾ ദേവിയാണ് 18 വയസ്സാണ് പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടിയ ഇന്ത്യക്കാരി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ജസ്റ്റിസ് PV ആശ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ജസ്റ്റിസ് PV ആശ. അടുത്ത ചോദ്യം, 2025 റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട സൈറ്റുകൾ. ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും. ബീഹാറിലെ ഗോകുൽ റിസർവോയർ, ഉദയ്പൂർ തടാകം 2025 റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട സൈറ്റുകൾ. അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം. ഗോകുൽ റിസർവോയർ 2025 റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിൽ. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവാണ് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് കോൾഡ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ. അന്താരാഷ്ട്ര പേയ്മെൻറ്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യം ഖത്തർ. അന്താരാഷ്ട്ര പേയ്മെൻറ്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യം ഖത്തറാണ്. RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ SC മുർമു. SC മുർമു ആണ് RBI ഡെപ്യൂട്ടി ഗവർണർ. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഓയിൽ ഇന്ത്യ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത് ആൻഡമാൻ തീരത്താണ്. ഓയിൽ ഇന്ത്യ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത് ആൻഡമാൻ തീരത്ത്. സൂര്യ ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരം. വനിതാ പ്രീമിയർ ലീഗിൻ്റെ പുതിയ ചെയർമാൻ ജയേഷ് ജോർജ്. വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ പുതിയ ചെയർമാൻ ജയേഷ് ജോർജ്. മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാനുള്ള പരിപാടിയാണ് CM വിത്ത് മീ പദ്ധതി. CM വിത്ത് മീ. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് കമാൻഡ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് കമാൻഡ് സെൻറ്റർ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലാണ് ഉള്ളത്. 2025 UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചത് ജിനാലി മോദിക്ക്. ജിനാലി മോദിക്കാണ് 2025 UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചത്. IUCNന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. IUCNന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. റിസർവ് ബാങ്കിൻ്റെ പുതിയ റിപ്പോ നിരക്ക് 5.5%. നിലവിൽ 5.5% റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്ക്. 2025 ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി കിരൺ ദേശായി. അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യം USA. USA ആണ് വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ചത്. 2025 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ അജിത്ത് എബ്രഹാം. 2025 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനാണ് അജിത്ത് എബ്രഹാം. അടുത്തിടെ 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? നിക്കോളാസ് സർക്കോസി. 2025 സെപ്റ്റംബറിൽ ഇന്ത്യ റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏതാണ്? അഗ്നി പ്രൈം മിസൈൽ. 2000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ക്ലച്ച്, സായു, മേപ്പിൾ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം മാപ്പിൾ എന്ന് പറയുന്ന മൂസ്, സായു എന്ന് പറയുന്ന ജാഗർ, അതുപോലെ ക്ലച്ച് എന്ന് പറയുന്നത് ബോൾഡ് ഈഗിളാണ്. തമിഴ്നാട്ടിലെ കൊളച്ചലിന് സമീപം ഫൈൻ ലെസ് സ്നേക്ക് ഈലിൻ്റെ പുതിയ വകഭേദത്തെ കണ്ടെത്തി. അത് ഏതാണ്? ആപ്റ്റെറിച്ചസ് കന്യാകുമാരി. ആപ്റ്റെറിച്ചസ് കന്യാകുമാരി എന്ന് പറയുന്നത് ഈലിൻ്റെ പുതിയ വകഭേദമാണ്. അടുത്തത് ബിഗ് ബാഷ് ലീഗിൽ ചേരുന്ന ആദ്യ ഇന്ത്യക്കാരൻ രവിചന്ദ്രൻ അശ്വിൻ. 2025 വാഗമൺ കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ ശതാവരി കുടുംബത്തിൽപ്പെട്ട പുതിയ സസ്യമാണ് വനപുഷ്പം. വനപുഷ്പത്തെ കണ്ടെത്തിയത് വാഗമൺ കുന്നുകളിൽ.
വയോക്ഷേമ പുരസ്കാരത്തിന് അർഹമായ വയോജന സംരക്ഷണ പദ്ധതികളാണ് തിരികെ, കൂടെ. ഈ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് NSS ആണ്. ഭിന്നശേഷി കുട്ടികളുടെ പരിചരണത്തിനായി ദേശീയ ആരോഗ്യ മിഷനും ആരോഗ്യ കേരളവും സംയോജിപ്പിച്ച് തയ്യാറാക്കിയ പുതിയ ആപ്ലിക്കേഷനാണ് സഹമിത്ര. ഓർമ്മിച്ചു വെക്കുക, ഭിന്നശേഷി കുട്ടികളുടെ പരിചരണത്തിന് സഹമിത്ര ആപ്ലിക്കേഷൻ. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നോക്കിയത്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്